ഗഗനചാരി എന്ന സൈഫൈ സിനിമയ്ക്ക് ശേഷം അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് വല എന്ന് പറയുന്ന സിനിമയുടെ ഒരു ചെറിയ ഇൻട്രോ വീഡിയോ യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്. ഇൻട്രോ എങ്ങനെ ഉണ്ടെന്ന് പറയുന്ന മുന്നേ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ആദ്യം ഞാൻ വല സിനിമ യൂട്യൂബിൽ അടിച്ചപ്പോൾ വന്നത് വേല എന്ന സിനിമയാണ്. പിന്നെയാണ് മനസ്സിലായത് സ്പെല്ലിംഗ് മാറിപ്പോയതാണ്. ആദ്യത്തെ കിടക്കുന്നതാണ് ഇൻട്രോ വീഡിയോ, രണ്ടാമത്തെ കിടക്കുന്ന AI വീഡിയോ ആണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മലയാള സിനിമയിൽ ഇഷ്ടംപോലെ കാറ്റഗറീസ് സിനിമാസ് ഇറങ്ങിയിട്ടുണ്ട്. ഉദാഹരണം നോക്കുവാണെങ്കിൽ ഹിസ്റ്റോറിക്കൽസ് ആയിട്ടുള്ള ഒരു ചരിത്രപരമായ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നോക്കുവാണെങ്കിൽ മമ്മൂട്ടിയുടെ തന്നെ മാമാങ്കം സിനിമയുണ്ട്, പിന്നെ 19-ാം നൂറ്റാണ്ടുണ്ട്, പിന്നെ പഴശ്ശിരാജയുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കാറ്റഗറി മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഫാമിലി എഡിറ്റഡ് സിനിമകൾസ് എടുത്ത് നോക്കുവാണെങ്കിൽ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോഴുണ്ട്, പിന്നെ മേലെപ്പറമ്പിൽ ആൺവീട് സിനിമയുണ്ട്, അത് 90s-ലാണ്. പിന്നെ ഫാലിമി പോലത്തെ സിനിമകളുണ്ട്. പിന്നെ ആക്ഷൻ പടങ്ങളും ഒത്തിരി ഉണ്ട്. പൃഥ്വിരാജിൻ്റെ തന്നെ ഹീറോ സിനിമയുണ്ട്, പിന്നെ RDX ഈ ഇടയ്ക്കിറങ്ങിയ RDX സിനിമയുണ്ട്, പിന്നെ പൃഥ്വിരാജിൻ്റെ തന്നെ പുതിയ മുഖം സിനിമയുണ്ട്. ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ടുള്ള കാറ്റഗറീസ് ആണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ മലയാള സിനിമയിൽ സൈഫൈ മൂവീസ് വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റെഡ് റെയിൻ ആയിക്കോട്ടെ, ബർഡൻ എഫക്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന സിനിമകളാണ്. അത്ര വലിയ വിജയവുമായിരുന്നില്ല. അപ്പോൾ നോക്കുവാണെങ്കിൽ വല എന്ന സിനിമയ്ക്ക് നല്ല ഒരു സ്കോപ്പുണ്ട് മലയാള സിനിമയിൽ. പല സിനിമയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാസ്റ്റിംഗ് തന്നെയാണ് ഉള്ളത്. ഗോകുൽ സുരേഷുണ്ട്, നമ്മുടെ വിനീത് ശ്രീനിവാസനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ അമ്പിളിച്ചേട്ടൻ തിരിച്ചു വരുവാണ്. പുള്ളിക്കാരന് ഇപ്പോൾ വലിയ രീതിയിൽ ശബ്ദം ഡയലോഗ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മെഷീൻ വെച്ച് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. ശരിക്കല്ല സിനിമയിൽ. അപ്പോൾ നല്ലൊരു സ്റ്റോറിയും നല്ലൊരു ഫിനിഷിംഗൊക്കെ കൂടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്ഡേറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.